എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +2 കെമിസ്ട്രിയിലെ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്നറിയപ്പെടുന്ന ചാപ്റ്ററിലാണ്. അപ്പോൾ ആ ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന 3 കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിലൊന്ന് മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസിനെ പറ്റി. അപ്പോൾ അതിനെ നമുക്ക് ഡ്രഗ്സ് എന്നോ മെഡിസിൻസ് എന്നോ പറയാം. ഇങ്ങനെ കെമിക്കൽസിനെ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ബ്രാഞ്ചിനെ നമ്മൾ സാധാരണ വിളിക്കുന്നത് കീമോതെറാപ്പി എന്നാണ്. കീമോതെറാപ്പി. പിന്നെ അത് കൂടാതെ ഫുഡ് മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം, 2 ഐറ്റങ്ങളെ പറ്റി മാത്രം സംസാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റുകളെ പറ്റി, ഡിറ്റർജൻസ് കെമിക്കൽ എന്താണ് എന്നറിയുന്ന ഒരു കാര്യം മാത്രം. അപ്പം അങ്ങനെ 3 കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു. അപ്പോൾ അതിൽ ആദ്യം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മരുന്നുകളെ പറ്റിയാണ്, അല്ലെങ്കിൽ കീമോതെറാപ്പിയെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, മരുന്നായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഇവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. അതിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ആസ്പിരിൻ. അതിന് ഒരു കെമിക്കൽ നെയിം ഉണ്ട്, അസറ്റിൽ സാലിസിലിക് ആസിഡ് എന്ന് പറയാം. രണ്ടാമതൊരെണ്ണം പാരസെറ്റമോൾ, നമ്മളെല്ലാം കേട്ടിട്ടുള്ള മരുന്ന് തന്നെയാണ്. അതിന്റെ ഒരു കെമിക്കൽ നെയിം ചോദിച്ചാൽ 4-അസറ്റാമിഡോഫിനോൾ. 4-അസറ്റാമിഡോഫിനോൾ. പിന്നെ അതുപോലെ തന്നെ മോർഫിൻ ഉണ്ട്. പിന്നെ സിമിറ്റൈഡിൻ, റാനിറ്റൈഡിൻ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, പിന്നെ പെനിസിലിൻ, ഒഫ്ലോസാസിൻ, എറിത്രോമൈസിൻ, ക്ലോറാംഫെനിക്കോൾ, വാങ്കോമൈസിൻ, ആംപിസിലിൻ, പെനിസിലിൻ ജി. ഇവിടെ എഴുതിയിരിക്കുന്നത് ലുമിനാൾ, സെക്കോനാൾ, ഇക്വാനിൽ, ബാർബ്യൂട്ടറിക് ആസിഡ് അല്ലെങ്കിൽ ബാർബ്യൂട്ടറിക് വെറൈറ്റേറ്റ്, അതിന്റെ ഡെറിവേറ്റീവ്സ്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് 0.2% ഫിനോൾ. പിന്നെ ഡെറ്റോൾ, ഡെറ്റോളിന്റെ കെമിക്കൽ നെയിം ചോദിക്കാൻ പരീക്ഷയ്ക്ക്, ക്ലോറോസൈലീനോൾ ആൻഡ് ടെർപീനിയോൾ, ക്ലോറോസൈലീനോൾ ആൻഡ് ടെർപീനിയോൾ. പിന്നെ ടിങ്ചർ ഐഡിൻ. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഫിനോൾ ഉണ്ട്, 1% ഫിനോൾ, സൾഫർ ഡയോക്സൈഡ്, ക്ലോറിൻ, പിന്നെ ഡിംടാപ്പ് സെൽഡൈൻ. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് നോർത്തീൻഡ്രോൺ, നൊവിസ്റ്റിറോൾ, പിന്നെ സൾഫാപിറിഡിൻ. ഇത്രയും മരുന്നുകളെ പറ്റി നമുക്ക് സംസാരിക്കണം. അപ്പോൾ ഇനി ടെക്സ്റ്റ് ബുക്കിനകത്ത് കൂടുതൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ തൽക്കാലത്തേക്ക് കുറച്ച് എക്സാമ്പിൾ മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്നാണ്. അപ്പോൾ അതിനകത്ത് 3 കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. ഒന്ന് മരുന്നുകളെ പറ്റിയാണ്, രണ്ടാമത്തെ ഫുഡ് മെറ്റീരിയൽസ് ആണ്, മൂന്നാമത് ഡിറ്റർജൻസ് ആണ്. അപ്പോൾ അതിൽ ഈ ബോർഡിൽ കാണുന്നതെല്ലാം മരുന്നുകളാണ്, അല്ലെങ്കിൽ കീമോതെറാപ്പി ആണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ അതിന് നമുക്ക് ഓരോ അസുഖത്തിന് ഏത് മരുന്ന് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും വരുന്ന ഒരു അസുഖം എന്ന് വെച്ചാൽ പനി തന്നെയാണ്. പനി വന്നാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പനി വന്നാൽ നമുക്ക് ബോഡി ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ കൂടിയിരുന്നാൽ അവിടെ പനി ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചറിനെ കുറയ്ക്കുന്ന, ടെമ്പറേച്ചറിനെ നമുക്ക് പൈറോ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ടെമ്പറേച്ചറിനെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ പനി ഇല്ലാതാക്കുന്ന മരുന്നുകളാണ് ആദ്യം എഴുതിയിരിക്കുന്ന ഈ 2 എണ്ണവും. ആസ്പിരിനും പാരസെറ്റമോളും നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പനി കുറയ്ക്കാൻ വേണ്ടി, പൈറോ അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആസ്പിരിനും പാരസെറ്റമോളും. അപ്പൊ അങ്ങനെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ആ മരുന്നുകളെ, ആ ഗ്രൂപ്പ് ഓഫ് മെഡിസിനെ വിളിക്കേണ്ട പേര് ആന്റി പൈററ്റിക്സ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഐറ്റം നമുക്ക് മനസ്സിലായിക്കൊണ്ട് മരുന്നുകളിൽ ഒന്നാമത്തെ ഐറ്റം ആന്റി പൈററ്റിക്സ് ആണ്. ആന്റി പൈററ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ബോഡി ടെമ്പറേച്ചർ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണെന്ന് അറിയാം. ഇനി നമ്മൾ അല്ലാതെ സാധാരണ വരുന്ന മറ്റൊരു അസുഖം നമ്മൾ പറയാറുള്ളത് പനി കൂടാതെ തലവേദന, കൈവേദന, കാലുവേദന. അപ്പൊ ഇങ്ങനെ വേദന സംഹാരികൾ, വേദന ഇല്ലാതാക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് പെയിൻ കില്ലേഴ്സിനെ വിളിക്കേണ്ട പേര്, രണ്ടാമതൊരു വാക്ക് അനാൽജസിക്സ് എന്ന് പറയണം. ഈ അനാൽജസിക്സ് തന്നെ നമുക്കറിയാം, ചില അനാൽജസിക്സിന്റെ പ്രത്യേകത, അതിന് കൊക്കൈൻ, മോർഫിൻ, ഹെറോയിൻ പോലുള്ള ആൾക്കാരുടെ പ്രത്യേകത വേദന സംഹാരികൾ തന്നെയാണ്, പക്ഷെ അത് മയക്കുമരുന്നിന്റെ സ്വഭാവമുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോർഫിൻ പോലുള്ള അനാൽജസിക്സിനെ നമ്മൾ വിളിക്കുന്ന പേര് മയക്കുമരുന്ന് അർത്ഥത്തില് നാർക്കോട്ടിക്സ് എന്ന് പറയണം, നാർക്കോട്ടിക്സ്. അതേസമയം ആസ്പിരിനും വേദന സംഹാരിയായിട്ട് കൊടുക്കാറുണ്ട്, അത് നോൺ നാർക്കോട്ടിക് എന്ന് പറയണം, നാർക്കോട്ടിക്. ഓക്കെ, അപ്പൊ അനാൽജസിക്സ് 2 കാറ്റഗറി ഉണ്ട്, നാർക്കോട്ടിക് ടൈപ്പും നോൺ നാർക്കോട്ടിക്കും ഉണ്ട്. അതിൽ മയക്കുമരുന്നിന്റെ സ്വഭാവം ഇല്ലാത്തത് ആസ്പിരിൻ ആണ്, അതേസമയം മയക്കുമരുന്നിന്റെ സ്വഭാവം ഉള്ളത് മോർഫിനും കൊക്കൈനും ഹെറോയിനും പോലുള്ള ആൾക്കാരിലാണ്. ഇനി അടുത്ത് നമുക്ക് സാധാരണ വരുന്ന മറ്റൊരു പ്രോബ്ലം അസിഡിറ്റിയാണ്. അപ്പൊ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്,
സിമിറ്റൈഡിൻ, റാനിറ്റൈഡിൻ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. ഇങ്ങനെ അസിഡിറ്റി ഇല്ലാതാക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ നമ്മൾ വിളിക്കുന്ന പേര് ആന്റാസിഡ്സ് എന്ന് പറയണം. ആന്റാസിഡ്സ്. ഓക്കെ. ഇനി അടുത്തത് പെൻസിലിൻ, ഓഫ്ലോസാസിൻ, എറിത്രോമൈസിൻ. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. അതിന്റെ ആ ഗ്രൂപ്പിന്റെ പേര് നമുക്ക് ഓർമ്മയുണ്ട്. നാലാമത്തെ ഗ്രൂപ്പ് ആന്റിബയോട്ടിക്കുകളാണ്. വളരെ പ്രശസ്തമായ ആന്റിബയോട്ടിക്സ് ആണ്. പെൻസിലിനൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയാണ് ആന്റിബയോട്ടിക്. ഈ ആന്റിബയോട്ടിക്കിന്റെ കഥ നിങ്ങൾക്കറിയാം. ആന്റിബയോട്ടിക് ഉണ്ടാക്കിയിരിക്കുന്നത് പെൻസിലിയം നൊട്ടേറ്റം എന്നറിയപ്പെടുന്ന ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് ആ രീതിയിൽ പറയുക. സാധാരണ മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ആന്റിബയോട്ടിക്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പണ്ട് കാലങ്ങളിൽ മൈക്രോ ഓർഗാനിസം തന്നെയായിരുന്നു. പെൻസിലിൻ നൊട്ടേറ്റം പോലുള്ള മൈക്രോ ഓർഗാനിസം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം അത് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഓർമ്മിക്കാം. ഓക്കെ. അപ്പൊ അവിടുത്തെ ഡെഫിനിഷൻ പറയുമ്പോൾ ഇങ്ങനെ പറയണം. ആന്റിബയോട്ടിക്സിന്റെ പ്രത്യേകത ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്നു. പക്ഷെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റൊരു മൈക്രോ ഓർഗാനിസത്തിനാവാം, അല്ലാതെ കെമിക്കൽസ് അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടും അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റിബയോട്ടിക് എന്ന് അറിയപ്പെടുന്നത്. ഈ ആന്റിബയോട്ടിക് തന്നെ ബാക്ടീരിയയെ കൊല്ലുന്ന ആൾക്കാരുണ്ട്. പെൻസിലിൻ, ഓഫ്ലോസാസിൻ, അതിനെ നമുക്ക് വിളിക്കുന്ന പേര് ബാക്ടറി കൊല്ലുക, സൈഡൽ എന്ന് പറയാം. ആന്റിബയോട്ടിക് ഒരു ക്ലാസ് ആണ് ബാക്ടീരിസൈഡൽ, ബാക്ടീരിയയെ കൊല്ലുന്നു. ഇനി ബാക്ടീരിയയുടെ ഗ്രോത്ത് ഇല്ലാതാക്കുന്നു, ബാക്ടീരിയ ഗ്രോത്ത് ഇല്ലാതാക്കി അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ബാക്ടീരിയോസ്റ്റാറ്റിക് ഉണ്ട്. ബാക്ടീരിയോസ്റ്റാറ്റിക് അതിനകത്ത് ഉൾപ്പെടുന്നതാണ് എറിത്രോമൈസിനും ക്ലോറംഫെനിക്കോളും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്ന്, ഒരുപാട് അസുഖങ്ങൾക്ക് ഒരേ സമയം കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അസുഖങ്ങൾക്ക് കൊടുക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് ബ്രോഡ് സ്പെക്ട്രം. ഇനി ഒന്നോ രണ്ടോ അസുഖത്തിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന മരുന്നിനെ ആന്റിബയോട്ടിക് നമ്മൾ നാരോ സ്പെക്ട്രം എന്ന് പറയാം. നാരോ സ്പെക്ട്രം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആന്റിബയോട്ടിക് 4 ഐറ്റംസ് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. ബാക്ടീരിയസൈഡൽ, ബാക്ടീരിയോസ്റ്റാറ്റിക്, ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്, നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക് എന്ന മറ്റൊരു സ്പെക്ട്രം. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ ചില സമയങ്ങളിൽ ചില മെന്റൽ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സിലൊക്കെ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആൻസൈറ്റി, മെന്റൽ സ്ട്രെസ്, സൈക്കോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ആണ് ലുമിനാൾ, സെക്കനോൾ, ഇക്കോനാൽ, ബാർബോട്രിക് ആസിഡ് വെറൈറ്റീസ് എല്ലാം തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രെസ് ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന തരം മരുന്നുകൾ നമ്മൾ വിളിക്കുന്ന പേര് ട്രാങ്ക്യുലൈസർ. പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ് ട്രാങ്ക്യുലൈസർ എന്നൊരു വാക്ക്. അപ്പോൾ മെന്റൽ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമുക്ക് ട്രാങ്ക്യുലൈസർ എന്നൊരു വാക്കുകൊണ്ട് അറിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് അറിയാം ഈ മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലുന്ന ആൾക്കാരുണ്ട്. അതിൽ തന്നെ നമുക്ക് ഹ്യൂമൻ ബോഡിക്ക് ഹാർംഫുൾ അല്ല, ഡെറ്റോളൊക്കെ നമ്മൾ കയ്യിൽ വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ മൈക്രോ ഓർഗാനിസത്തിന് കുഴപ്പമുണ്ടാക്കുന്ന ഇങ്ങനെയുള്ള സെപ്റ്റിക് ആവാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഗ്രൂപ്പ് ഓഫ് മെഡിസിനെ നമ്മൾ വിളിക്കുന്ന പേര് ആന്റിസെപ്റ്റിക് എന്ന് പറയണം. അതേസമയം ഫിനോളിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ അത് മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിക്കും ഹാർംഫുൾ ആയി പോകും. അപ്പോൾ ഫിനോളിന്റെ തന്നെ ഡൈലൂട്ട് സൊല്യൂഷൻ 0.2% സൊല്യൂഷൻ എന്നുള്ളത് ആന്റിസെപ്റ്റിക് ആണ്. അതേസമയം 1% ആയി പോയാൽ അത് മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡിക്കും ഹാർംഫുൾ ആണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് പേര് 7ാമത്തെ ഐറ്റം ഡിസ്ഇൻഫെക്റ്റന്റ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ അലർജി പ്രോബ്ലം, അലർജിക്ക് വരുന്ന സമയത്ത് കൊടുക്കുന്ന ആന്റി അലർജിക്, അതിനറിയപ്പെടുന്ന പേര് 8ാമത്തെ ഐറ്റം ആന്റിഹിസ്റ്റാമിൻ. പിന്നെ അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി കൺട്രോൾ ചെയ്യുന്ന, ജനസംഖ്യ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഫെർട്ടിലിറ്റി കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആന്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് നോർത്തിൻട്രോൺ, നോവിസ്റ്ററോൾ പോലുള്ള ആൾക്കാർ. പിന്നെ അതുപോലെ തന്നെ സൾഫാ ഡ്രഗ്സുകൾ, സൾഫാ ഡ്രഗ്സ് എന്നറിയപ്പെടുന്ന ഒരു കാറ്റഗറി ആന്റിബയോട്ടിക്കുകൾക്ക് പകരം നമ്മൾ അധികം ഉപയോഗിക്കുന്നുണ്ട്. സൾഫാപിരിഡിൻ, സൾഫാ ഡയസിൻ പോലുള്ള ആൾക്കാർ, അത് നമുക്ക് സൾഫാ ഡ്രഗ്സ് എന്ന് പറയാം. ഓക്കെ. നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം, ഒന്നുകൂടി നമുക്ക് ഓർമ്മിക്കാം. അതായത് നമുക്ക് സംസാരിക്കാനുള്ളത് കീമോതെറാപ്പിയെ പറ്റിയാണ്. കീമോതെറാപ്പി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മരുന്നുകൾ, കെമിക്കൽസിനെ മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീമോതെറാപ്പി.
അപ്പൊ അതുകൊണ്ട് തന്നെ മെഡിസിൻസിന് നമ്മൾ സാധാരണ ഡ്രഗ്സ് എന്നും പറയാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് മരുന്നുകളുടെ 10 കാറ്റഗറി നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ആന്റിപൈററ്റിക്സ്, ഇനി ഒരെണ്ണം അനാൽജസിക്സ്, ഇനി ഒരെണ്ണം ആന്റി ആസിഡ്സ്, അടുത്ത നാലാമത്തത് ആന്റിബയോട്ടിക്സ്, 5 ട്രാങ്ക്യുലൈസർ, 6 ആന്റിസെപ്റ്റിക്, 7 ഡിസിൻഫെക്റ്റന്റ്, 8 ആന്റിഹിസ്റ്റാമിൻ, 9 ആന്റി ഫെർട്ടിലിറ്റി ഡ്രഗ്, 10 സൾഫ ഡ്രഗ്. ഇങ്ങനെ 10 തരത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ ആന്റിബയോട്ടിക്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ബ്രിങ് ഡൗൺ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. എക്സാമ്പിൾ ആസ്പിരിൻ, പാരാസെറ്റമോൾ. ആസ്പിരിന്റെ മറ്റൊരു പേര് അസറ്റിൽ സാലിസിലിക് ആസിഡ്, പാരാസെറ്റമോളിന്റെ കെമിക്കൽ നെയിം 4-അസറ്റാമിഡോഫിനോൾ. അത്രയും കഴിഞ്ഞു. രണ്ടാമത്തത് അനാൽജസിക്സ് എന്നറിയപ്പെടുന്നത് പെയിൻ കില്ലേഴ്സ് ആണ്, വേദന സംഹാരികളാണ്. അത് രണ്ട് തരത്തിലുണ്ട്. നോൺ നാർക്കോട്ടിക്, മയക്കുമരുന്നിന്റെ സ്വഭാവം ഇല്ലാത്ത ആൾക്കാർ ആസ്പിരിൻ ആണ്. അതേസമയം നാർക്കോട്ടിക്, മയക്കുമരുന്നിന്റെ സ്വഭാവം ഉള്ള ആൾക്കാർ എക്സാമ്പിൾ മോർഫിൻ ആണ്. കൂടുതൽ എക്സാമ്പിൾ എത്ര വേണം നമുക്ക് പുസ്തകത്തിൽ നിന്ന് എഴുതാം. അടുത്ത മൂന്നാമത്തെ വെറൈറ്റി ആന്റാസിഡ്സ് ആണ്. അസിഡിറ്റി പ്രോബ്ലം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അതിന് സിമിറ്റൈഡിൻ, റാനിറ്റൈഡിൻ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. ഇനി നാലാമത്തത് ആന്റിബയോട്ടിക്സ് ആണ്. ആന്റിബയോട്ടിക്സിന്റെ പ്രത്യേകത, ആന്റിബയോട്ടിക്സ് മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റു ചില മൈക്രോ ഓർഗാനിസിൽ നിന്നാവാം, അല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിച്ചാവാം. അതിനെ നമുക്ക് 4 സെക്ഷൻസ് പറഞ്ഞു. അതിലൊന്ന് ബാക്ടീരിസൈഡൽ, മറ്റൊന്ന് ബാക്ടീരിയോസ്റ്റാറ്റിക്, ഇനി ഒരെണ്ണം ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ്, ഇനി ഒരെണ്ണം നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക്. അതിൽ ബാക്ടീരിയസൈഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയ കൊന്നുകളയുന്ന ആൾക്കാരാണ്. അതിന് എക്സാമ്പിൾ പെൻസിലിനും ഒഫ്ലോസാസിനും. ഇനി ബാക്ടീരിയോസ്റ്റാറ്റിക് എന്നറിയപ്പെടുന്നത് അതിന്റെ പ്രത്യേകത ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എറിത്രോമൈസിൻ, ക്ലോറോഫെനിക്കോൾ. ഇനി ഒരുപാട് അസുഖങ്ങൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി 1-2 അസുഖങ്ങൾ മാത്രം കുറയ്ക്കുന്ന നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക്കുകളും ഉണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് പെൻസിലിൻ ജി എന്ന് പറയണം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം, അല്ലാതെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചോദിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് ട്രാങ്കുലൈസർ. അത് വേറൊന്നുമില്ല, സൈക്കോ തെറാപ്പിയാണ്. മെന്റൽ ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത്, ആൻസൈറ്റി വരുന്ന സമയത്ത് കൊടുക്കുന്ന മരുന്നുകളെയാണ് ട്രാങ്കുലൈസർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് എക്സാമ്പിൾ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ലുമിനാൾ, സെക്കനാൽ, ഇക്വാനിൽ, വാലിയം, പാർമിട്രിക് ആസിഡ് വെറൈറ്റീസ് എല്ലാം തന്നെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം അതിനകത്ത് എഴുതാൻ ശ്രമിക്കുക. അടുത്തത് ആറാമത്തതും ഏഴാമത്തേതിന്റെ പ്രത്യേകത. ആറാമത്തത് മൈക്രോ ഓർഗാനിസിനെ കൊല്ലുന്നുണ്ട്, ഏഴാമത്തതും മൈക്രോ ഓർഗാനിസിനെ കൊല്ലുന്നുണ്ട്. പക്ഷെ അത് ഹ്യൂമൻ ബോഡിക്ക് ഹാർംഫുൾ അല്ല എങ്കിൽ അതിനെ ആന്റിസെപ്റ്റിക് എന്ന് പറയാം. ഹ്യൂമൻ ബോഡിക്ക് ഹാർംഫുൾ ആയത് ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. ഫിനോളിന്റെ തന്നെ നമുക്കറിയാം ഡൈലൂട്ട് സൊല്യൂഷൻ, 0.2% സൊല്യൂഷൻ ഫിനോൾ എന്നുള്ളത് ആന്റിസെപ്റ്റിക് ആണ്. അതേസമയം 1% ഫിനോൾ എന്നുള്ളത് ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. അപ്പോൾ ആന്റിസെപ്റ്റിക് ആയിട്ടും ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മരുന്ന്, ഒരു കെമിക്കൽ ഫിനോൾ ആണ്. ഫിനോളിന്റെ ഡൈലൂട്ട് സൊല്യൂഷൻ 0.2% സൊല്യൂഷൻ ആന്റിസെപ്റ്റിക്കും, അതേസമയം 1% സൊല്യൂഷൻ ഡിസ്ഇൻഫെക്റ്റീവും ആണ്. ഇനി ഡെറ്റോൾ ഉണ്ട്. ഡെറ്റോളിന്റെ കെമിക്കലിനെ പരീക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ക്ലോറോസൈലിനോളും ടെർപീനിയോളും, പിന്നെ ടിങ്ചറൈഡിൻ, പിന്നെ ഇതിനകത്ത് തന്നെ അയഡോഫോം ഉണ്ട്, ബൈതയോണാൽ പോലുള്ള എക്സാമ്പിൾസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് കൊടുക്കുന്നത് 1% ഫിനോൾ, സൾഫർ ഡയോക്സൈഡ്, ക്ലോറിൻ. അടുത്ത അലർജി ഇല്ലാതാക്കുന്ന ആന്റി അലർജിക് ആയിട്ട് അറിയപ്പെടുന്നത് ഡിൻടാബ് സെൽഡൈൻ ആണ്. അത് ആന്റിഹിസ്റ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി ഫെർട്ടിലിറ്റി കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ ആന്റി ഫെർട്ടിലിറ്റി ഡ്രഗ് എന്ന് പറയാം. അതിന് നോർസെൻട്രോണും നോവിസ്റ്ററോളും ഉപയോഗിക്കാം. പിന്നെ സൾഫ ഡ്രഗ്സ്, ആന്റിബയോട്ടിക്കുകൾക്ക് പകരക്കാരനായിട്ട് സൾഫ ഡയാസിനും സൾഫാപിരിഡിനും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് സൾഫ ഡ്രഗ്സ് എന്ന പേരിലും അറിയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇത് ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഇതിനകത്ത് ഒരുപാട് എക്സാമ്പിൾസ് ഇനിയും നമ്മൾ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാക്സിമം എക്സാമ്പിൾസ് എഴുതി പഠിച്ചാൽ നമുക്ക് അതിനകത്ത് 3 മാർക്ക് നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാം. അപ്പോൾ ഇതിൽ ആന്റി മൈക്രോബിയൽസ് എന്നറിയപ്പെടുന്നത് മൈക്രോ ഓർഗാനിസിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആന്റി മൈക്രോബിയൽസ് 3 എണ്ണം. ആന്റിബയോട്ടിക്സും, ആന്റിസെപ്റ്റിക്കും, ഡിസ്ഇൻഫെക്റ്റന്റും, ആന്റി മൈക്രോബിയൽസ്. ഇനി പിന്നെ 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങൾ കൂടെ അതിനകത്ത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അത് ഒരുപാട് ഉണ്ടെന്ന് തോന്നും. പക്ഷെ അതിനകത്ത് വായിച്ച് അതിനൊന്നുകൂടെ കൺസോൾട്ടേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിലെ 1ാമത്തെ ഭാഗത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കീമോതെറാപ്പിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി ചാപ്റ്ററിന്റെ 2ാം ഭാഗം ഫുഡ് മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലുകളെ പറ്റിയാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് 2 ഐറ്റംസ് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അതിനകത്ത് ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻസ്. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര സുക്രോസ് ആണ്. അപ്പൊ സുക്രോസിന് പകരം സുക്രോസിന്റെ 100 ഇരട്ടി സ്വീറ്റനിങ് ടേസ്റ്റ് ഉള്ള അസ്പാർട്ടൻ ഉപയോഗിക്കാം.
സുക്രോസിന്റെ 550 മടങ്ങ് സ്വീറ്റ്നെസ് ഉള്ള സക്കാരിൻ ഉപയോഗിക്കാം. സുക്രോസിന്റെ 600 മടങ്ങ് സ്വീറ്റ്നെസ് ഉള്ള സുക്രലോസ്, 2000 മടങ്ങ് സ്വീറ്റ്നെസ് ഉള്ള അലിടൈം. അപ്പൊ ഈ എഴുതിക്കുന്ന നമ്പർ സുക്രോസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ 4 പേര് ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻസ് ഉപയോഗിക്കാം. അതിനെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അതിനകത്ത് പിന്നെ സ്വീറ്റ്നെസ് കിട്ടുമായിരിക്കും, പക്ഷെ അതിനകത്ത് അസുഖങ്ങൾ ഉണ്ടാക്കും, ക്യാൻസർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻസ് ആയിട്ട് നമുക്ക് 4 ഉപയോഗിക്കാം. അസ്പാർട്ടൈൻ, സക്കാരിൻ, സുക്രോലോസ്, അലിടൈം പോലുള്ള ആൾക്കാർ ഉപയോഗിക്കാം. അതിനകത്ത് അതിന്റെ സുക്രോസ് ആയിട്ടുള്ള സ്വീറ്റ്നെസ് ആണ് ഈ കമ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രിസർവേറ്റീവ് ആയിട്ട് ഫുഡ് മെറ്റീരിയൽസ് പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അത് സോഡിയം ബെൻസോയേറ്റും സാൾട്ട് ഓഫ് സോർബിക് ആസിഡ് ആണ് പ്രൊപ്പനോയിക് ആസിഡും പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഫുഡ് മെറ്റീരിയൽസിനെ പറ്റിയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനില്ല, പക്ഷെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂല് പ്രധാനപ്പെട്ട ഐറ്റംസ് തന്നെയാണ് ഇതെല്ലാം. ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന 4 അസ്പാർട്ടൈൻ, സക്കാരിൻ, സുക്രലോസ്, അലിടൈം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ നമ്പർ എന്ന് വെച്ചാൽ അത് സുക്രോസുമായിട്ട്, നമ്മളെ നാച്ചുറൽ സ്വീറ്റനിങ് ഏജന്റ് ആയ സുക്രോസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്ന നമ്പറാണ്. ഇനി ഫുഡ് മെറ്റീരിയൽസ് പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ് ആയിട്ട് പ്രധാനപ്പെട്ട ഐറ്റം സോഡിയം ബെൻസോയേറ്റ് ആണ്. ഇനി ഒരെണ്ണം സാൾട്ട് ഓഫ് സോർബിക് ആസിഡ് ആണ് പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനി ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ഭാഗം, അവശേഷിക്കുന്ന ഭാഗം ഡിറ്റർജന്റുകളെ പറ്റിയാണ്. ഡിറ്റർജന്റിനെ പറ്റി പറയാം. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിറ്റർജൻസിന്റെ പേരൊക്കെ അറിയാം, പക്ഷെ നമുക്ക് കെമിക്കൽസ് ആണ് അറിയേണ്ടത്. ഡിറ്റർജൻസ് ആണ് ഉപയോഗിക്കുന്ന കെമിക്കലുകളെ പറ്റിയാണ് അറിയേണ്ടത്. അതില് ഒരു വാക്ക് സോഡിയം ഡോഡസൈൽ ബെൻസീൻ സൾഫോണേറ്റ്. സോഡിയം ഡോഡസൈൽ ബെൻസീൻ സൾഫോണേറ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. ആദ്യം ബെൻസീൻ സൾഫോണേറ്റ്. ഈ ബെൻസീൻ സൾഫോണേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ്. അപ്പോ SO3H ആണ്. അതില് സോഡിയം ബെൻസീൻ സൾഫോണേറ്റ് ആണ്. സോഡിയം ബെൻസീൻ സൾഫോണേറ്റ് എന്ന് വെച്ചാൽ അത് SO3Na ആണ്. ഇനി കൂടെയുള്ള ഗ്രൂപ്പ് ഡോഡസൈൽ ആണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു കാർബൺ ആണെങ്കിൽ മീത്തൈൻ, 10 കാർബൺ ആണെങ്കിൽ ഡെക്കൈൻ എന്ന് പറയാം. അപ്പൊ C10 H22 2n+2 അപ്പൊ H22 വന്നാൽ അത് ഡെക്കൈൻ ആണ്. അപ്പൊ 11 ആണെങ്കിൽ C11 H24 വന്നാൽ അത് ഇക്കാഡെക്കൈൻ ആണ്. 12 കാർബൺ വന്നാൽ C12 H26 വന്നാൽ C12 H26 വന്നാൽ CnH2n+2 അപ്പോൾ 12 കൊടുക്കുമ്പോൾ 2 12 24 + 2 26. അപ്പൊ C12 H26 വന്നാൽ അപ്പോൾ 10 കാർബൺ ആണെങ്കിൽ അത് ഡെക്കൈൻ ആണ്, 11 ആണെങ്കിൽ അത് എക്കാഡെക്കൈൻ, 12 ആണെങ്കിൽ അത് ഡോഡെക്കൈൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡൊക്കൈൻ ഗ്രൂപ്പുകൾ ആ ഡോഡെക്കൈൻ ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന, അപ്പോൾ അതിന്റെ നമുക്കറിയാം CH4 ആണെങ്കിൽ മീഥേൻ ആണ്, CH3 ആണെങ്കിൽ മീത്തൈൽ ആണ്. അപ്പൊ എങ്കിൽ C12 H26 എന്നുള്ളത് അത് പിന്നെ ഡെക്കൈൻ ആണ്, പക്ഷെ അത് C12 H25 എന്നായാൽ അത് ഡോഡെക്കൈൽ ഗ്രൂപ്പുകളാണ്. ഈ ഡോഡെക്കൈൽ ഗ്രൂപ്പുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡോഡസൈൽ അല്ലെങ്കിൽ ഡോഡെക്കൈൽ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണേണ്ട ഗ്രൂപ്പ് ഇത്രയേ ഉള്ളൂ. ഡോഡെക്കൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് 12 കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിരിക്കാം C12H25 വരുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള, അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേര് ഞാൻ പറഞ്ഞു. ഡിറ്റർജൻസ് ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടിന്റെ പേര് പറഞ്ഞു. സോഡിയം ഡോഡെക്കൈൽ അല്ലെങ്കിൽ ഡോഡസൈൽ ബെൻസീൻ സൾഫോണേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഡോഡസൈൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഈ 12 കാർബണുള്ള C12H25 ഗ്രൂപ്പ് ആണെന്ന് ഓർമ്മിക്കാം. ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് വരാം. സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്. അപ്പൊ അമോണിയം ബ്രോമൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം NH4Cl എന്ന് എഴുതിയാൽ അത് അമോണിയം ക്ലോറൈഡ് ആണ്. അതേസമയം NH4Br എന്ന് എഴുതിയാൽ അത് അമോണിയം ബ്രോമൈഡ് ആണ്. അപ്പൊ അമോണിയം ബ്രോമൈഡ് NH4Br മൈനസ് ഇത് പ്ലസ്. ഇനി കൂടെയുള്ള ഗ്രൂപ്പുകൾ ട്രൈമീഥൈൽ. അപ്പൊ 3 മീഥൈൽ വേണം. അപ്പൊ ഇവിടുത്തെ H ന് പകരം ഞാൻ മീഥൈലാക്കി, ഇവിടുത്തെ H മീഥൈലാക്കി, ഇവിടുത്തെ H മീഥൈലാക്കി. ഇനി കൂടെയുള്ള സീറ്റൈൽ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു C12 H26 വന്നാൽ അത് ഡോഡെക്കൈൻ ഗ്രൂപ്പാണ്. C13 വന്നാൽ
അത് ട്രൈഡെക്കെയിൻ ആണ്. C14 വന്നാൽ അത് ടെട്രാഡെക്കെയിൻ ആണ്. C15 വരുന്ന സമയത്ത് അത് പെന്റാഡെക്കെയിൻ ആണ്. അതേസമയം C16 വന്നാൽ H2N 16 കൊണ്ട് 2 32 34 ഇങ്ങനെ വരുന്ന ഗ്രൂപ്പുകളെ നമ്മൾ സീറ്റൈൻ ഗ്രൂപ്പ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ H33 വന്നാൽ അത് സീറ്റൈൽ ഗ്രൂപ്പ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഹെക്സാഡെക്കൈൽ ഗ്രൂപ്പുകളെയാണ് നമ്മൾ സീറ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനത്തെ ഗ്രൂപ്പ് കാണിക്കാം. C16 H33 വരുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ് ആണ് കാണിച്ചിരിക്കുന്നത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും ഇത് നോക്കുന്ന സമയത്ത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് Na പ്ലസും ഇത് SO3 മൈനസും ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ ലോങ്സ്റ്റ് ചെയിൻ പാർട്ടിന്റെ പ്രത്യേകത അതിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ലോങ്സ്റ്റ് ചെയിൻ പാർട്ടിന് അല്ലെങ്കിൽ ഡിറ്റർജന്റ് പാർട്ടിന് നെഗറ്റീവ് ചാർജ് വന്നാൽ അങ്ങനെയുള്ള ഡിറ്റർജന്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് ആനയോണിക് ഡിറ്റർജന്റ് എന്ന് പറയാറുണ്ട്. അതേസമയം ഇവിടെ നോക്കുന്ന സമയത്ത് ലോങ്സ്റ്റ് പാർട്ട് ഉൾപ്പെടുന്ന ഗ്രൂപ്പിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് കാറ്റയോണിക് എന്ന് പറയാറുണ്ട്. കാറ്റയോണിക്. ഇനി പോളിയെത്തിലീൻ ഗ്ലൈക്കോളും സ്റ്റിയറിക് ആസിഡ് രണ്ട് ന്യൂട്രൽ കോമ്പൗണ്ടുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കാറ്റഗറിയെ നമുക്ക് വിളിക്കുന്ന പേര് നോൺ അയോണിക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു സാധാരണക്കാരന് ഇതെങ്ങനെ പഠിക്കാം എന്ന് ചോദിച്ചാൽ ഡിറ്റർജന്റുകൾ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആനയോണിക് ഡിറ്റർജന്റ് ഉദ്ദേശിക്കുന്നത് ലോങ്സ്റ്റ് ചെയിൻ പാർട്ട് അല്ലെങ്കിൽ ഡിറ്റർജന്റ് പാർട്ടിന് നെഗറ്റീവ് ചാർജ് വരുന്ന എക്സാമ്പിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനയോണിക് ഡിറ്റർജന്റ്. ഒരു എക്സാമ്പിളെങ്കിലും പഠിച്ചു വയ്ക്കുക. സോഡിയം ഡോഡസൈൽ ബെൻസീൻ സൾഫണേറ്റ്. ഫോർമുല ഓർമ്മിക്കണമെന്നില്ല, പേര് നന്നായിട്ട് ഓർമ്മിക്കുക. അതിന്റെ ഉപയോഗം ടൂത്ത് പേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസിന് അത് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് കാറ്റയോണിക് ഡിറ്റർജന്റ് ആണ്. കാറ്റയോണിക് ഡിറ്റർജന്റ് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വയ്ക്കുക. സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്. അതിൽ ഉപയോഗിക്കുന്നത് ഹെയർ കണ്ടീഷനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി മൂന്നാമത്തെ നോൺ അയോണിക് ഡിറ്റർജൻസ് എന്നറിയപ്പെടുന്നത് പോളിയെത്തിലീൻ ഗ്ലൈക്കോളിന്റെയും സ്റ്റിയറിക് ആസിഡിന്റെയും മിക്സർ ആണ്. അത് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഡിഷ് വാഷ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലിക്വിഡ് ഡിഷ് വാഷ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നോൺ അയോണിക് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ സാധാരണക്കാരൻ ഡിറ്റർജന്റിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഡിറ്റർജൻസ് മൂന്നായി തരംതിരിക്കാം. അയോണിക് ഡിറ്റർജന്റ്, കാറ്റയോണിക് ഡിറ്റർജന്റ്, നോൺ അയോണിക് ഡിറ്റർജൻസ് എന്ന് പറയണം. Anionic detergent example sodium dodecyl benzene sulfonate. Cationic detergent example cetyl trimethyl ammonium bromide. Non-ionic detergent example polyethylene glycol and stearic acid. അതിന് ഓരോന്നിന്റെ ഉപയോഗം ആനയോണിക് ഡിറ്റർജന്റിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ അത് ടൂത്ത് പേസ്റ്റ് ആയിട്ടും ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസിന് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം കാറ്റയോണിക് ആണെങ്കിൽ അത് ഹെയർ കണ്ടീഷനിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം നോൺ അയോണിക് ആണെങ്കിൽ അത് ലിക്വിഡ് ഡിഷ് വാഷ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ഉപയോഗം ഡിറ്റർജൻസിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ട് ഹാർഡ് വാട്ടറിലും ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പണ്ടെപ്പോഴും പഠിച്ചിട്ടുണ്ട്. അത് ആൽഗെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, ആൽഗയുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിനെ യൂട്രോഫിക്കേഷൻ എന്ന് പറയാം. യൂട്രോഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഡിറ്റർജൻസിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ ഹാർഡ് വാട്ടറിൽ യൂസ് ചെയ്യാന്ന് പറയണം. ഡിസഡ്വാൻറ്റേജ് ചോദിച്ചാൽ അത് യൂട്രോഫിക്കേഷൻ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് മെഡിസിനെ പറ്റി, കീമോതെറാപ്പിയെ പറ്റി വിശദമായി പറഞ്ഞു. രണ്ടാമത് ഫുഡ് മെറ്റീരിയൽസിനെ പറ്റി പറഞ്ഞു. മൂന്നാമത് ഡിറ്റർജൻസിനെ പറ്റി പറഞ്ഞു. ഓക്കെ, അപ്പോൾ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്ത് കൂടുതൽ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എഴുതി നല്ലവണ്ണം പഠിക്കുക.